നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ വിദേശത്ത് വമ്പൻ അവസരങ്ങൾ ഒരുക്കുന്ന ഒരു രാജ്യമാണ്, ഒരു യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി എന്നുള്ളത്. ജർമ്മനിയിലേക്ക് എങ്ങനെ എത്താനായിട്ട് പറ്റും എന്നാരാഞ്ഞുകൊണ്ട് പലരും നമുക്ക് ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെ ചാൻസെ കാർഡ് എന്നുള്ള ഈ ഒരു അവസരം. അവർക്ക് ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ കഴിഞ്ഞവർക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും മിനിമം ഒരു 1 to 2 years ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഈ അവസരത്തിലേക്ക് വലിയ പണച്ചെലവില്ലാതെ നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു അവസരം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ കുറേയും കൂടെ ക്ലാരിറ്റി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലേക്കൊക്കെ പോകുവാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൻ്റെ ക്ലാരിറ്റിയോടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടുമായി സംബന്ധിച്ചുകൊണ്ട് തന്നെ ഈ അവസരം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം ജർമ്മനിയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമായിട്ടുള്ള ചാൻസെ കാർഡ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ്, ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സപ്ന ജോസഫ്. ഒരുപക്ഷെ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരമായി കാണുന്നവർക്കൊക്കെ ഒരുപക്ഷെ പരിചയം കാണുമായിരിക്കും. മുൻപും ഇതേപോലെയുള്ള ജർമ്മനിയിലെയും കാനഡയിലെയും ഒക്കെ അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ മേഖലയിൽ കഴിഞ്ഞ ഒരു 10-13 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എക്സ്പേർട്ടാണ് സപ്ന ജോസഫ്. അപ്പോൾ സപ്നയിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. മാഡം, വെൽക്കം ടു കരിയർ പാത്വേ. നമ്മൾ ഈ ചാൻസെ കാർഡ് എന്നത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ചില കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം അതിനകത്ത് കുട്ടികളൊക്കെ പോകാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, കുറേ കൂടെ ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളുമായിട്ടൊന്ന് നമ്മുടെ വ്യൂവേഴ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ അവസരം അന്ന് ഒന്ന് സൂചിപ്പിക്കാമോ? ചാൻസെ കാർഡ് അഥവാ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ എത്തി ജോലി തേടാനുള്ള നല്ല ഒരു അവസരമാണ്. അവിടെ ചെന്ന് ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാം. അതോടൊപ്പം നമുക്ക് അനുയോജ്യമായ ഒരു ജോലി തേടി വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. 1 വർഷമാണ് വിസയുടെ കാലാവധി. ഈ 1 വർഷത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് നമുക്കൊരു ജോലി ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു അടുത്ത 2 വർഷത്തേക്ക് കൂടി ഈ വിസ നീട്ടി കിട്ടാനും ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 ഇയറിലേക്ക് ജർമ്മനിയിൽ പോയി ജോലി തേടുന്നതിനുള്ള അല്ലെ ഒരു ജോബ് സീക്ക് ചെയ്യുന്നതിനുള്ള ഒരു വിസ. അതെ മുൻപുണ്ടായിരുന്നു ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞു, പക്ഷെ അന്ന് അത് 6 മാസം മാത്രമേ അതിന്റെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊരു 1 ഇയറിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് ആർക്കായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാവുക? അതിൻ്റെ ഉള്ള ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി എന്താണോ ഒന്ന് സൂചിപ്പിക്കും. ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അല്പം ജോലി പരിചയം കൂടെ വേണം. ഒരു 1 to 2 years മിനിമം ആ ഒരു ഫീൽഡിലെ എക്സ്പീരിയൻസും കൂടെ വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിഗ്രി വേണമെന്ന് പറഞ്ഞിരുന്നു. അത് ഡിപ്ലോമ ആണെങ്കിലും കുഴപ്പമില്ല. ഡിപ്ലോമ ആണെങ്കിലും സാധിക്കും. പക്ഷേ ഡിപ്ലോമ ഉള്ളവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ നിന്നുള്ള ഒരു അസസ്മെന്റ് റിപ്പോർട്ട് ആവശ്യമാണ്. അതെ, അതിനൊരു അഡീഷണൽ ആയിട്ട് നമുക്കൊരു 2-3 മാസം സമയം എടുക്കും. അപ്പൊ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ 3 year പോളിടെക്നിക് ഡിപ്ലോമ തന്നെ വേണോ? അങ്ങനെ നിർബന്ധമുണ്ടോ? സ്റ്റേറ്റ് ബോർഡ് റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ആയിരിക്കണം. അത് 2 വർഷത്തെയോ 3 വർഷത്തെയോ ഡിപ്ലോമ ഉൾപ്പെടെയൊക്കെ ഇതിന് സാധിക്കും. ഇങ്ങനെ പറയാൻ പറ്റും, ഒരു ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള ഒരു 1 to 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു അവസരം അല്ലെ ജർമ്മനിയിൽ പോയി ജോലി തേടുന്നതിനുള്ള ഈ ഒരു അവസരം ലഭ്യമാണ്. അപ്പോഴും ഇതിനകത്ത് ഈ ലാംഗ്വേജ് എന്തെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റോ IELTS അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? ഭാഷയുടെ കാര്യത്തിൽ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്നുകിൽ ജർമ്മൻ ഭാഷയുടെ A1 ലെവൽ, അതായത് ബേസിക് ആയിട്ടുള്ള A1 ലെവൽ അറിഞ്ഞാൽ മതി. അതല്ലെങ്കിൽ IELTS ഓവറോൾ ഒരു 5.5 റേഞ്ചിൽ സ്കോർ കിട്ടിയാൽ മതി. IELTS 5.5. മറ്റേ PT അങ്ങനെയൊക്കെ ആണെങ്കിലും TOEFL കുഴപ്പമില്ല, പക്ഷെ PT അംഗീകരിച്ചിട്ടില്ല. അപ്പൊ TOEFL IELTS ഒക്കെ ബേസ്
മാർക്ക് അല്ലെങ്കിൽ ജർമ്മന്റെ A1 ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇതിന് ഇനി അറിയേണ്ട ഒരു കാര്യം, അപ്പം എനിക്ക് തോന്നുന്നു ഈ പല മൈഗ്രേഷൻ പല അവസരങ്ങളും നമ്മൾ മുമ്പ് കാനഡ ഒക്കെ ചെയ്തതൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക്, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടുന്ന ഒരു അവസരം. ഒരു വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കുള്ള ഒരു നല്ല അവസരമായിട്ട് ഇതിനെ കാണാനായിട്ട് പറ്റും. അപ്പോഴും ഇതിന് എന്ത് എക്സ്പെൻസ് ഒക്കെ ഒരാളുടെ ഭാഗത്ത് നിന്ന് വരും എന്നൊന്ന് സൂചിപ്പിക്കാമോ? എക്സ്പീരിയൻസിന്റെ കാര്യം ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. എക്സ്പീരിയൻസ് കുറഞ്ഞവർക്കും കൂടുതലുള്ളവർക്കും സാധിക്കും. കാരണം ഇപ്പൊ ഈയിടെ ഒരു വിസ കിട്ടിയത് 41 വയസ്സുള്ള ആളാണ്. 13 വർഷം IT രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു അവസരമാണ്. എന്ത് എക്സ്പെൻസ് വരുമെന്ന് സൂചിപ്പിക്കാമോ? ഏകദേശം ഒരു 1 ലക്ഷത്തിൽ താഴെയുള്ളൂ ഗവൺമെന്റ് ഫീ അടക്കം ഇതിന് ഒരു എക്സ്പെൻസ് വരുന്നുള്ളൂ. പക്ഷെ അതില് പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ് ഉണ്ട്. അതൊരു എക്സ്പെൻസ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റിക്വയർമെന്റ് ആണ്. ബാങ്കില് നമുക്കൊരു സെറ്റിൽമെന്റ് ഫണ്ട് കാണിക്കണം. കാരണം ജോലി ആയിട്ടല്ല പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് നമുക്കൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ആ രാജ്യം പറയുന്ന ഒരു തുക, നമ്മുടെ അക്കൗണ്ടില് ആ ഒരു തുക. അതെ അതെ. അത് ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് 12 മാസത്തേക്ക് 12 ലക്ഷം രൂപയാണ് അത് നമ്മുടെ അക്കൗണ്ടിൽ കാണണം. പക്ഷെ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എക്സ്പെൻസ് ഒരു 1 ലാഖിലൊക്കെ താഴെ മാത്രം. അതെ. അപ്പൊ അത് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് ജർമ്മനിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട്. ബ്ലോക്ക്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒന്നിച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് എത്ര ഡ്യൂറേഷൻ എടുക്കുമായിരിക്കും? നമ്മളിപ്പം ഒരു കാൻഡിഡേറ്റിന് ഇതിനകത്ത് താല്പര്യമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രോസസ് ചെയ്തൊക്കെ വരാൻ, വിസയിലേക്കൊക്കെ എത്താൻ എത്ര താമസം വരും? ഇപ്പൊ ഇതുവരെയുള്ള രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമുക്കൊരു ടൈം ഫ്രെയിം പറയുകയാണെങ്കിൽ ഒരു അപ് ടു 6 months എന്നൊക്കെ തന്നെ ഡിഗ്രിക്കാർക്ക് എടുക്കും. ഡിപ്ലോമ ആണെങ്കിൽ ഒരു അല്പം കൂടെ 2-3 മാസം കൂടുതൽ എടുക്കും. ഒരു 6 മാസം മുതൽ 9 മാസം വരെ അതെ മാക്സിമം ഒരു ടൈം എടുക്കുകയുള്ളൂ. അപ്പം വലിയ പണച്ചെലവില്ലാതെ അവിടെ പോയി ഒരു ജോലി തേടുന്നതിനുള്ള ഒരു അവസരമാണ്. അപ്പം ജോലി ഒരു പറയുന്ന ചില ഇത് പ്രകാരം ഒരു ജോലി കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ആ രാജ്യത്ത് തുടരാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ജർമ്മനിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ ഒരു റിട്ടയർമെന്റ് ഏജിലുള്ള ആളുകൾ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പൊ ഒരുപാട് ആളുകൾ റിട്ടയർമെന്റിലേക്ക് വരികയാണ്. അങ്ങനെ വേക്കൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. അതോടൊപ്പം ഒരു ഏജിംഗ് പോപ്പുലേഷൻ ആണ്. അപ്പൊ ഇതെല്ലാ സാഹചര്യങ്ങളും വളരെ അനുകൂലമാണ് ഒരു ജോലി കിട്ടാനായിട്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ മീഡിയയിലൊക്കെ എപ്പോഴും വരും. അതെ അതെ. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷ നന്നായിട്ട് അറിഞ്ഞാലല്ലേ ജർമ്മനിയില്. പക്ഷെ അതില് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ജർമ്മനോ ഇംഗ്ലീഷോ എന്നുള്ളതിൽ ഉപരിയായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ഒപ്പം ജോലി ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി കിട്ടും. അതെ അതെ. അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ട് നെക്സ്റ്റ്, എന്തായിരിക്കും അവർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം? അതൊന്ന് സൂചിപ്പിക്കാമോ? ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഡിപ്ലോമയുടെ ഒരു ഫൈനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റും ഒരു സിവിയും കൂടെ ഒന്ന് അയച്ചു തരിക വാട്സാപ്പിൽ. സിവിയും കൂടെ വാട്സാപ്പിൽ സിവിയും ഡിഗ്രിയുടെ ഈ പറഞ്ഞ പോലെ ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എലിജിബിലിറ്റി അസസ്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ അതിന് എലിജിബിലിറ്റി ഉണ്ടോ നോക്കുന്നു. എലിജിബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ പിന്നീട് കൂടുതൽ ഡോക്യുമെന്റ്സ് ഒക്കെ തരണോ? എങ്ങനെയാണ് അതിന്റെ ഒരു നെക്സ്റ്റ്? തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്ത് ബാക്കി ഡോക്യുമെന്റേഷന്റെ വർക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയതിന് ശേഷം ഒരു മുന്നോട്ട് PR എന്നൊക്കെ കണ്ടിട്ടുള്ള രീതിയിലാണ് നമ്മൾ പേപ്പർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊക്കെ എത്താനായിട്ട് സാധിക്കും. വിസ ഓൾറെഡി കിട്ടി തുടങ്ങി. ജോലി അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കണം എന്നുള്ളത്. അതെ അതെ അതെ. അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ കഴിഞ്ഞവർ വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ജർമ്മനിയിൽ ജോലി തേടുന്നതിനുള്ള ഒരു അവസരമാണ് സ്വപ്ന മാഡം നമ്മളോട് സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്വപ്ന മാഡവും അവരുടെ ടീമും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പരൊക്കെ ഞാൻ വീഡിയോയിൽ നൽകാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തൊന്ന് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് അസസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ മനസ്സിലാക്കിയ
ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ പ്രത്യേകിച്ച് ഈ ജർമ്മനിയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.